സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് 1964 കോട്ടയം അതിരൂപതയിൽപ്പെട്ട ഉഴവൂർ ഇടവകാംഗങ്ങളുടെ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ആരംഭിക്കുന്നത്. കോളേജ് ആരംഭിക്കുന്നതിന് ശ്രീ ജോസഫ് ചാഴികാടൻ MLA ശ്രമഫലമായിട്ടാണ് കേരള യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്ത് കോളേജിനുള്ള അംഗീകാരം ലഭിച്ചത്. അഭിമന്യ തറയിൽ തോമസ് പിതാവ് കോളേജിൻ്റെ ആദ്യത്തെ രക്ഷാധികാരിയും ഫാദർ സ്റ്റീഫൻ ചൊള്ളമ്പേൽ ആദ്യത്തെ മാനേജറുമായിരുന്നു. കോളേജിൻ്റെ ആരംഭത്തിൽ മോൺസിഞ്ഞോർ പീറ്റർ ഊരാളിൽ ആദ്യത്തെ പ്രിൻസിപ്പളും പ്രൊഫസർ സണ്ണി തോമസ് ആദ്യത്തെ അധ്യാപകനും സിസ്റ്റർ സാറ കോളേജിൻ്റെ ആദ്യത്തെ അനധ്യാപകയും ശ്രീ ഫ്രാൻസിസ് സ്റ്റീഫൻ ഊരാളിൽ കോളേജിലെ ആദ്യത്തെ വിദ്യാർത്ഥിയുമായിരുന്നു. അന്നൊരു ജൂനിയർ കോളേജായിട്ടാണ് ആരംഭിക്കുന്നത്. പിന്നീട് 1968 5 ഡിഗ്രി കോഴ്സുകളോടുകൂടെ കോളേജ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. തുടർന്ന് പല ഡിഗ്രി കോഴ്സുകളും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും കോളേജിൽ ആരംഭിക്കുകയുണ്ടായി. ഇന്ന് കോളേജിൽ 9 ഡിഗ്രി കോഴ്സുകളും 4 പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും നിലവിലുണ്ട്. UGCയുടെ സഹകരണത്തോടെ 4 കരിയർ ഓറിയൻറ്റഡ് കോഴ്സുകളും സർട്ടിഫിക്കറ്റ് കോഴ്സുകളും കെയർ നാരായണൻ സ്റ്റഡി സെൻറ്ററും ഇപ്പോൾ കോളേജിൽ പ്രവർത്തിക്കുന്നു. കോളേജിൻ്റെ ഇപ്പോഴത്തെ രക്ഷാധികാരി കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ടാണ്. അഭിമന്യ പിതാവ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. കോളേജിൻ്റെ ഇപ്പോഴത്തെ മാനേജർ ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ. അതുപോലെ തന്നെ കോളേജിൽ ഇന്ന് 915 വിദ്യാർത്ഥികളും 53 അധ്യാപകരും 25 അനധ്യാപകരും നിലവിലുണ്ട്. കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത് സുവർണ ജൂബിലിയുടെ കാലഘട്ടമാണ്. ജൂബിലി ജസ്റ്റ് അങ്ങ് പൂർത്തിയാക്കിയത് മാത്രമേ ഉള്ളൂ. 50 വർഷം കോളേജ് പിന്നിട്ടിരിക്കുകയാണ്. ഈ 50 വർഷത്തെ കാലഘട്ടത്തിനുള്ളിൽ കോളേജിന് വളർച്ചയ്ക്ക് ഉപകരിക്കത്തക്ക വിധത്തിലുള്ള പല വിധത്തിലുള്ള പ്രസ്ഥാനങ്ങളും കോളേജിൽ ആരംഭിക്കുകയുണ്ടായി. ആയിരത്തി 1964 ഈ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ജൂനിയർ കോളേജായിട്ട് ആരംഭിക്കുന്നത്. അത് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ കെട്ടിടത്തിൻ്റെ ഇവിടെ ആയിരുന്നില്ല, പള്ളിയുടെ താഴെ ഒരു LP സ്കൂളിലെ സെൻറ്റ് ജെവന്ന സ്കൂളിലാണ് അത് തുടങ്ങിയത്. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് ഈ ഷിഫ്റ്റ് ചെയ്ത് ഒരു നില പണിതു. 64 തൊട്ട് 68 വരെ ജൂനിയർ കോളേജായിട്ട് പോയി കഴിഞ്ഞിട്ട് 68 ഇവിടെ BA BSc കോഴ്സുകൾ തുടങ്ങുന്നത്. ആ സമയത്താണ് 2ാം നില പണിത്. പിന്നെ ഇത് 3ാം നിലയായി. ഇവിടെ വന്ന കാലത്ത് ഇവിടെ ആദ്യം ജോയിൻ ചെയ്ത ടീച്ചേഴ്സിൽ ഒരാളാണ്. 50 വർഷം മുമ്പ് ഞാനിവിടെ വരുന്നത്. ഞാൻ സെക്രട്ടേറിയറ്റ് കോളേജ് തേവരയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങോട്ടേക്ക് പോരേണ്ടി വന്നത്. ഇവിടെ വന്നപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ മുഖമേ ഇങ്ങനെയായിരുന്നില്ല. ഇവിടെ ഒരു 4 വീലർ കാണാനില്ലായിരുന്നു. അവിടെ ഒരു ജീപ്പോ അല്ലെങ്കിൽ ആകപ്പാടെ ഉണ്ടായിരുന്നത് 2 ബസ് മാത്രം, 2 പ്രൈവറ്റ് ബസ്. അതുപോലെ ചാഴികാട്ട് ജോർജ് സാറിൻ്റെ അശ്രാന്ത പരിശ്രമമായിട്ട് ഈ കോളേജ് കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വല്ലപ്പോഴും വെളിയിൽ ബസ് വരുമായിരുന്നു. അതല്ലാതെ ഇവിടെ വേറെ യാതൊരു സൗകര്യം ഇല്ലായിരുന്നു. റോഡൊന്നും ടാർ ചെയ്തിരുന്നില്ല. കോളേജും ക്രമേണ അത് വളരെയധികം പുരോഗമിച്ചു. ഇവിടെ 10 പ്രീ ഡിഗ്രി ബാച്ച് ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ 10 ബാച്ച് എന്ന് പറയുമ്പോൾ 2 വർഷം ആകുമ്പോഴത്തേക്ക് 1600 സ്റ്റുഡൻസ് പ്രീ ഡിഗ്രി തന്നെ ഉണ്ടായിരുന്നു. 254 പിള്ളേരെ വെച്ച് തുടങ്ങിയ കോളേജ് ഒരു 2500 കൂടുതൽ പിള്ളേർ ഇവിടെ ഒരേ സമയത്ത് പഠിച്ചു. പിന്നെ ഇപ്പം പ്രീ ഡിഗ്രി ഡിറ്റാച്ച് ചെയ്തതോടുകൂടി അപ്പം നമ്പർ എല്ലാ കോളേജിലും കുറഞ്ഞതുപോലെ ഇപ്പോഴും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുതിയ കോഴ്സുകൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് വരെ ആയി. ഉഴവൂരിൻ്റെ മുഖച്ഛായ കംപ്ലീറ്റ് മാറിയത് ഈ ഒരു കോളേജ് വന്നതുകൊണ്ടാണ്. സാക്ഷ്യം
സിയോൻ വയലിലെ ശോഷന്ന പൂവ് പോൽ ശാന്തമായി നിന്നാമം വാഴ്ത്താം. താബോർ മലയിലെ മേഘങ്ങളായി നിൻ മഹിമതൻ മാധുര്യം നുകരാം. നിന്റെ പാവന ജീവിതം പ്രാർത്ഥനാമൃത നിർഭരം എന്റെ മാതൃകയാക്കിടാൻ നിൻ പൈതൃകമേകണേ പ്രപഞ്ചനാഥ. മോക്ഷം പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ. യെരൂശലേം വീഥിയിൽ പൂക്കുന്ന പുണ്യമേ രക്ഷകാ, നീ എൻ്റെ ഭാഗ്യം. ശാലോം പാട്ടുകൾ എന്നെന്നും പാടുവാൻ അക്ഷയ കാരുണ്യമേകൂ. അലിവിടും നിൻ കൃത്തിലെ ഒലിവുശാഖയിൽ പാർക്കുവാൻ ചെറുകുരുകിൽ പക്ഷിയായി ഞാൻ കാത്തു നിൽക്കയാൽ പ്രപഞ്ചനാഥ. മോക്ഷം പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ. സാക്ഷ്യം ചൊരിഞ്ഞു നീങ്ങാൻ സ്തുതിച്ചു വാഴ്ത്താൻ വരം തരേണേ. നീ ജീവന്റെ മാർഗം, ഓ നീ പ്രാണന്റെ നാളം, ആനന്ദ സ്നേഹം. മോക്ഷം പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ. ഒന്നിച്ചുറങ്ങിലേ ഒന്നിച്ചുണർന്നിലേ ഒന്നറിഞ്ഞിലേ ഈ നമ്മൾ. എന്നാലും ഈ നമ്മൾ പിരിയണമെന്നാലോ കയ്യൊപ്പു നൽകാതെ വിട ചൊല്ലുമെന്നാലോ മറന്നു പോകാനാകുമോ. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചിലേ ഈ നമ്മൾ. ഒന്നിച്ചുറങ്ങിലേ ഒന്നിച്ചുണർന്നിലേ ഒന്നറിഞ്ഞിലേ നമ്മൾ. തികച്ചും പ്രതികൂലമായ സാഹചര്യത്തിൽ കാർഷിക വൃത്തിയിലേക്ക് മാത്രം തിരിയുമായിരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷരദീപം തെളിയിച്ച ഒരു മാതൃകാ കലാലയമാണ് നമ്മുടെ കോളേജ്. ഈ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ പരിപാലന രംഗത്തും ഒക്കെ നിറസാന്നിധ്യമായി ഈ കോളേജിൻ്റെ വിദ്യാർത്ഥികൾ തിളങ്ങുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്.
ഈ കോളേജിലെ വിദ്യാർത്ഥികൾ ഒത്തുകൂടുന്നതിന് വേണ്ടി അൽമാസ് എന്നുള്ള പേരിൽ ഒരു അലൂമിനി അസോസിയേഷൻ 2011 രൂപീകൃതമാവുകയും അതിനുശേഷം ഇന്ന് വരെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ പരിപൂർണമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് ഈ സംഘടനയ്ക്ക് പ്രത്യേകം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെല്ലാം ഈ കോളേജിൻ്റെ അലൂമിനി അസോസിയേഷൻ എല്ലാ വർഷവും കൂടുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അത് കലാകായിക രംഗങ്ങളിലും മറ്റ് രംഗങ്ങളിലുമൊക്കെ ഈ കോളേജിനെ എങ്ങനെ ഉയരത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതായി ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ അലൂമിനി അസോസിയേഷൻ വർഷം തോറും നടത്താറുള്ള KR നാരായണൻ ലെക്ചർ സീരീസ്, അതുപോലെ തന്നെ പ്രമുഖ വ്യക്തികളെ കൊണ്ടുവന്ന് നമ്മൾ നടത്താറുള്ള മറ്റ് പ്രഭാഷണ പരമ്പരകൾ ഒക്കെ ഈ കോളേജിൻ്റെ യശസ്സ് ഉയർത്തുന്നതിന് പര്യാപ്തമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മേനിയും തെയ്തേ പിടിപ്പതണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴ്കവേ തെയ്തേ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തെയ്തേ വഴി കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തെയ്തേ അഴിവു കാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തെയ്തേ അഴിയായി വണ്ണം കാത്തരുൾവാൻ കനിവു പേശുക മാർത്തോമൻ തെയ്തേ പട്ടുടൻ പാണിപ്പുടവ പവിഴമുത്തുമാലയും തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരേ താകുർദേ ദത്താതി മൃതത്തേ അരുൾ ചെയ്തിതാചരമേ മങ്ങനേന്തും ഒതിത്തെ അറിന്നു മതേന്തേന്തേന്നും മുതലേന്തും ഒതിത്തെ അതുപോഴുതായവരാ അറിയിച്ചപ്പോൾ ഒതിത്തെ അതിനീഹ കാരണമേ മങ്ങനേന്തും ഒതിത്തെ വിധി വിഷയം പ്രതിയാം അടിയാർ വന്നു ഒതിത്തെ വിധമിതു നീയറിവാൻ അരജൻ ചോഴൻ ഒതിത്തെ വിരവിലോരാശാരി നാം നല്ലോനെ കാൺമാൻ ഒതിത്തെ ഇടമതിൽ നിന്നൊരു താകുരു തിത്തൈതക തിത്തൈതക തേയത്തേ മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മാറ്റും പാലവക വേണ്ടും പണികൾ മഹിമയോടരിമകളെല്ലാം ചെയ്യും മനുവിന തിത്തത്തകതത്തികിതത്താം തികിതകതകതത്തികിതത്താം തിത്തത്താം തികിതത്താം തകൃതിത്തത്തത്താതിത്താതിമൃതത്തെ ഇത്തരമുത്തരമായുള്ള വചനം ഇച്ചവരുംപടി കരുതിയുറച്ചു തക്കിടതരികിട തായ്ക്ക് തൊങ്കം തരികിടകിടതക തായ്ക്ക് തൊങ്കം തക്കിടകിടതേ തരികിടകിടതേ തക്കിക്കുന്നു താങ്കു തരികിടത്തോം ഇന്ദൈ തത്ത തത്തത്തകതത്തൈതകതിത്തൈതകതൈതേതാം ഇമ്പമോടരുവികൾ തിരുമനസാലെ ഇയൽ വഴി തീത്തീത്തയം തത്താ തീകുതീത്തയം തത്താ തീത്തേ തീകുതേ ഇന്ദൈ തത്താതിത്താതിമൃതത്തെ
വിശ്വമിടങ്ങയിലായവനൊരുവൻ വിധിയുടെ അരസൻ തിരുമുൻപാകെ തക്കിടകിടതക തക്കിടകിടതക തക്കിടകിടതകതേ ആ തകതാ തകതാ തകതാതേ തിക്കിടകിടതക തിക്കിടകിടതക തിക്കിടകിടതകതേ ആ തികിതാ തികിതാ തികിതാതേ തക്കിടകിടതകതേ ആ തകതാതേ തിക്കിടകിടതകതേ ആ തികിതാതേ തക്കിടകിടതക തിക്കിടകിടതക തക്കിത്തൈതാ ഇന്ദത്താങ്കിട് ഇന്ദത്താങ്കിട് തക്കിടകിടതകതേ വിശ്വമിടങ്ങയിലായവനൊരുവൻ വിധിയുടെ അരസൻ തിരുമുൻപാകെ വിധി പോലെ മാതാകുടുത്താതിത്താതിമൃതത്തേ എന്നിവയെല്ലാം കണ്ണുനിരാലെ തോമായുണർത്തിച്ച നേരം തെയ്തേ എങ്ങും വിളങ്ങുന്ന നായൻ മിശിഹ പെരുതരുൾ ചെയ്യുവാൻ തുടങ്ങി തെയ്തേ നീയൊരുവൻ താനെന്നൊരു ചിന്ത ഉള്ളിൽ നിനക്കഴൽ വേണ്ടാ തെയ്തേ നിന്നോടു കൂടെ ഞാനുണ്ട് കൂട്ട് നീ പോകും നാളതിലെല്ലാം തെയ്തേ മനുഷ്യരെല്ലാ ഹിന്ദുവിലെന്ന് പഴയ നിനക്കഴൽ വേണ്ടാ തെയ്തേ മനുഷ്യരെല്ലാ ജാതികളും പിന്നെ മൽപ്പേഴും ജന്തുക്കളല്ലോ തെയ്തേ നിന്നുടെ വാക്കും നിലവുകളും നോക്കും ഭാഷയറിഞ്ഞു തകീടും തെയ്തേ നിന്നിനവെല്ലാം എന്നിനവല്ലോ നീയുറയ്ക്കാകുലം വേണ്ടാ തെയ്തേ എന്നതിനാലിപ്പോൾ തകൃതയതിന്തകതിമൃതത്തേ ആനന്ദം വാരുമാറുമാലാഖമാർ തിത്തൈതെ താരാകാശേ നിന്നിങ്ങു ലോകം ചേർന്നു തേയ് തിത്തൈ തിത്തൈ തേയ് ആചാര ജഡരമാടക്കും പോലെ തിത്തൈതെ താര ആകയാൽ കൂടിപ്പോതിയുന്നപ്പോൾ തേയ് തിത്തൈ തിത്തൈ തേയ് ആത്മാവു ജഡരത്തിൽ പൂരിച്ചുടൻ തിത്തൈതെ താര ആലസ്യം കൂടാതുയർത്തു രാജൻ തേയ് തിത്തൈ തിത്തൈ ആരൂയിരോനെ സ്തുതി ചെയ്തവൻ തിത്തൈതെ താര ആരോടും ചൊല്ലാതവനിൽ നോക്കി തിത്തൈതെ താര അതുപോഴു തണ്ടൻ്റെ മുൻപിൽ ചെന്നു തിത്തൈതെ താര ആദര നിന്നവർ കൈകൾ കൂപ്പി തേയ് തിത്തൈ തിത്തൈ മനഗുണമുടയവനരുളാൻ മാനവർ മഹിമയോടെ എത്തിയ നഞ്ഞുടനെ ഇത് തിത്തിത്തേ മറുതാല നീറുകേടും അതിലൊരു തേരതിൻ മംഗളമായവർ പുകീച്ചെ ഇത് തിത്തിത്തേ കൈക്കൊണ്ടവരൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലക്കെ ഇത് തിത്തിത്തേ കരുണയോടിതു വഴി ചൊൽവതിനഴകായി അങ്ങുമിങ്ങും മനസ്സിതു പരിചേ ഇത് തിത്തിത്തേ നലമുടു പലവക കിന്നരമഴകാൻ നന്ദുണിയും കുഴ പലതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി നിൻവിനിയൊഴിയെ പെരിയവനരുളി നിറമുടു തേടി പുലരാമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി ഉടമ്പിൽ നിന്നുരിയെടുത്താകാശേ ഉയരവനിരിപ്പിടം പുകീച്ചേ ഇത് തിത്തിത്തേ വച്ച് നനമിതു മക്കളും അനുദിന മരുളു വഴിക്ക് നടപ്പവിതേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി മൻവിനിയൊഴിയെ പെരിയവനരുളി നിറമുടു തേടി പുലരാമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി തിത്തത്തകത തികിതത്താം തികിതകതകത തികിതത്താം തിത്തത്താം തികിതത്താം തകൃത്തത്താതിത്താതിമൃതത്തേ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് PTA-യുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഈ കലാലയത്തിലെ നല്ലവരായ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മാനേജ്മെൻറ്റിൻ്റെയും കൂട്ടായ സഹകരണത്തോടെയാണ്. എല്ലാ വർഷവും
PTA കമ്മിറ്റി കൂടി വരുന്ന വർഷത്തേക്കുള്ള പദ്ധതികൾ മുൻഗണനാക്രമത്തിൽ തയ്യാറാക്കുകയും ആ പദ്ധതികൾ ഓരോന്നായി നടപ്പിലാക്കുകയും ചെയ്തു വരുന്നു. ഉദാഹരണമായി എല്ലാ വർഷവും ആരംഭത്തിൽ പുതിയതായി ഈ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പ്രത്യേകമായ ഓറിയൻറ്റേഷൻ ക്യാമ്പ് PTA നേതൃത്വത്തിൽ നടത്താറുണ്ട്. PTA ശ്രമഫലമായിട്ട് ഈ കലാലയം ഒരു സമരരഹിത കലാലയമാക്കി മാറ്റാൻ സാധിച്ചു. അതുപോലെ തന്നെ ശുചിത്വത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഒരു ശുചിത്വ വിദ്യാലയം, മാതൃകാ ശുചിത്വ വിദ്യാലയമായി മാറ്റാൻ ഈ ഉഴവൂർ കോളേജിനെ PTA ശ്രമഫലമായി സാധിച്ചു എന്നുള്ളത് PTA വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. ആനന്ദ സ്നേഹമേ പ്രണമിക്ക
വചനം പ്രശോഭം പ്രണാമം വചനം പ്രതീകം പ്രപഞ്ചം വചനം പ്രസാദം പ്രമോദം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും വേണ്ടിയിട്ടുള്ള സ്നേഹനിധി, NSS, NCC തുടങ്ങിയ വിവിധ ക്ലബ്ബുകൾ കോളേജിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ഒരു ലൈബ്രറി കോളേജിലുണ്ട്. വെബ് കാറ്റലോഗ്, ഡിജിറ്റൽ സംവിധാനം, ഡിജിറ്റൽ റെഫറൻസ് സംവിധാനം എല്ലാം കോളേജ് ലൈബ്രറിയിൽ നിന്ന് ലഭ്യമാണ്. ഇത് ഇവയ്ക്ക് അംഗീകാരമുള്ള കേരളത്തിലെ ഏക അഫിലിയേറ്റഡ് കോളേജാണ് നമ്മുടെ കോളേജ് ലൈബ്രറി. കോളേജിലെ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന അലുമിനി അസോസിയേഷനുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്ന സ്റ്റുഡൻസ് യൂണിയൻ, സ്റ്റുഡൻസ് കൗൺസിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കോളേജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോളേജിൻ്റെ മോട്ടോ ഇൻറ്റൻഡൻസ് ഇൻ കാലിയം, ലുക്കിംഗ് അപ്പ് ടു ഹെവൻ. വിദ്യാർത്ഥികളെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലൂടെ കടന്നു പോകുന്ന പഠനം പൂർത്തിയാക്കുന്ന ഓരോ വിദ്യാർത്ഥിയെയും ലുക്കിംഗ് അപ്പ് ടു ഹെവൻ ആ നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കോളേജിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം.